എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ഞാൻ 500 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഒരു അല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് ചതച്ചത്, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ വെച്ചില്ലെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടുതലൊന്നും ചേർക്കേണ്ടതില്ല, കാരണം ഉപ്പ് ആവശ്യത്തിന് ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്താൽ ഒരു നല്ലൊരു ബാറ്ററായി കിട്ടും. ഇനി ഇത് ആദ്യം റെഡിയാക്കി വെച്ച ചിക്കനിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ചൂടായ എണ്ണയിലേക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കാം. ഓരോ പീസ് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ആ ഒരു മിക്സിൽ ഒന്നുകൂടെ ഒന്ന് മുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നാലേ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യത്തെ 2 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പിന്നെ മീഡിയത്തെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത്യാവശ്യം കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് തിരിച്ചും മറിച്ചിട്ടും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലായാലും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു സോസ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. പിന്നെ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടായി വരുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം മിക്സ് ചെയ്ത് വെച്ച ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉണക്കമുളക് പൊടിച്ചത് കൂടി ചേർക്കേണ്ടതുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.